ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വായന ഭാഗം 2 ദിനവൃത്താന്തം 19:20, സക്കറിയാവ് 4:5, യോഹന്നാൻ 18:15 മുതൽ 18 വരെ, വെളിപ്പാട് 14 മുതൽ 20 വരെ. കർത്താവിന്റെ ശിഷ്യനായ പത്രോസിന്റെ പേര് പറയുമ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ് എന്നുള്ള ചിന്തയാണ് നമ്മിലേക്ക് ആദ്യം വരുന്നത്. അദ്ദേഹം യേശുവിനെ തള്ളിപ്പറയാൻ ഉണ്ടായ ചില കാരണങ്ങൾ ഇന്നത്തെ വായന ഭാഗത്തുണ്ട്. പടയാളികൾ യേശുവിനെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ പത്രോസ് ഒരു അകലം വിട്ട് യേശുവിനെ അനുഗമിക്കുകയും നടുമുറ്റത്ത് യോഹന്നാന്റെ കൂടെ നിൽക്കാതെ തീ കാഞ്ഞുകൊണ്ടിരുന്നവരുടെ കൂടെ നിൽക്കുവാൻ തയ്യാറായതുമാണ് പത്രോസിന്റെ പരാജയത്തിന്റെ കാരണം. ദൈവത്തോട് ചേർന്ന് നിൽക്കാം, ദൈവമക്കളുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കാം. പത്രോസിനെ പോലെ കർത്താവിനെ തള്ളി പറയാതിരിക്കാൻ കർത്താവ് എല്ലാ കൃപയും നൽകി സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും ദൈവമക്കളുമായുള്ള കൂട്ടായ്മ അനുഭവിപ്പാനും അവിടുന്ന് കൃപ നൽകി സഹായിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.